തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ കോൺഗ്രസിനെതിരെ വിമർശനവുമായി ഘടകകക്ഷികൾ. കോൺഗ്രസിലെ ഗ്രൂപ്പിസമാണ് വലിയ പരാജയത്തിനിടയാക്കിയതെന്ന് വിമർശനം. പാളിച്ചകൾ സംഭവിച്ചുവെന്നും പരിഹരിക്കാമെന്നും കെപിസിസി അധ്യക്ഷൻ VM സുധീരൻ. കെ മാണിക്ക് കോൺഗ്രസിൽ നിന്ന് നേരിടേണ്ടി വന്നത് ആഴത്തിലുള്ള മുറിവെന്ന് കേരള കോൺഗ്രസ് നേതാക്കളും യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് നേതൃത്വം പറയുന്നത് കീഴ്ഘടകങ്ങൾ മുഖവിലക്കെടുക്കാത്തത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയുണ്ടാക്കിയതായി യോഗത്തിൽ അഭിപ്രായമുയർന്നു. നിലവിലെ പ്രശ്നങ്ങൾ വളരെ വേഗം പരിഹരിക്കാൻ കഴിയുന്നവയല്ലെന്നും ഘടകകക്ഷികൾ ചൂണ്ടിക്കാട്ടി. KM മാണിയുടെ രാജിയുമായി ബന്ധപ്പെട്ടുണ്ടായ മുറിവ് ആഴത്തിലുള്ളതാണെന്ന് കേരള കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. കോടതി വിധി വന്ന് 10 മിനിറ്റിനകം കോൺഗ്രസ് നേതാക്കൾ മാണിയുടെ രാജി ആവശ്യപ്പെട്ടുവെന്നും ജോയ് എബ്രഹാം ചൂണ്ടിക്കാട്ടി. ജനതാദൾ യുവിന്റെ സ്ഥാനാർത്ഥികളെ ബോധപൂർവം തോൽപ്പിച്ചുവെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഇത് പാർട്ടിക്ക് പോറലേൽപ്പിച്ചു. RSPയും ഇതേ നിലപാടാണ് യോഗത്തിൽ സ്വീകരിച്ചത്. ഘടകകക്ഷികളുമായുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഡിസംബർ 7-8 തീയതികളിൽ ഉഭയകക്ഷി ചർച്ച നടത്തുമെന്ന് UDF കൺവീനർ PP തങ്കച്ചൻ വ്യക്തമാക്കി. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വേണ്ടത്ര നീതി കിട്ടിയില്ല, പ്രാദേശികമായിട്ട്. അതാണ് എൻ്റെ പ്രധാന കാര്യം. ഇവിടുന്നൊക്കെ തീരുമാനങ്ങൾ പറഞ്ഞെങ്കിലും പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാരെ വേണ്ടത്ര രീതിയിൽ കൈക്കൊണ്ടില്ലെന്നാണ് എല്ലാവരും. വെള്ളാപ്പള്ളി നടേശൻ നയിക്കുന്ന യാത്ര സംസ്ഥാനത്ത് വർഗീയമായ ചേരിതിരിവുണ്ടാക്കുന്നതാണെന്നും യോഗം വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്വാമി ശാശ്വതികാനന്ദയുടെ ദുരൂഹ മരണം സംബന്ധിച്ച് ശരിയായ അന്വേഷണം നടന്നിട്ടില്ലെന്ന് ഹൈക്കോടതി. നിയമപരമായ അന്വേഷണമാണ് വേണ്ടതെന്ന് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു. നീന്തൽ അറിയാവുന്ന സ്വാമി മുങ്ങി മരിച്ചുവെന്ന വാദം സംശയകരമെന്നും കോടതി പറഞ്ഞു. സ്വാമിയുടെ ദുരൂഹമരണം സംബന്ധിച്ച് നിയമപരമായ അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ലെന്ന് കോടതി പറഞ്ഞു. പ്രഥമ വിവര റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കാതെ നടത്തുന്ന അന്വേഷണത്തിന് നിയമപരമായ എന്ത് പിൻബലമാണുള്ളതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു. കുറ്റകൃത്യം വെളിപ്പെട്ടാൽ മാത്രമേ മജിസ്ട്രേറ്റ് കോടതിയിൽ FIR സമർപ്പിച്ച് അന്വേഷണം നടത്തൂവെന്ന സർക്കാർ നിലപാടിനെ കോടതി വിമർശിച്ചു. സ്വാമിയുടെ ദുരൂഹ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പാലക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അഴിമതി വിരുദ്ധ മനുഷ്യാവകാശ കമ്മീഷൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. നീന്തലറിയാവുന്ന സ്വാമി മുങ്ങി മരിച്ചു എന്ന വാദം സംശയകരമെന്ന് കോടതി ആവർത്തിച്ചു. മജിസ്ട്രേറ്റ് കോടതിയിൽ FIR സമർപ്പിക്കാതെ എന്ത് അന്വേഷണമാണ് നടക്കുന്നതെന്ന് കോടതി ആരാഞ്ഞു. സാക്ഷിമൊഴികൾ മജിസ്ട്രേറ്റിന്റെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ലെന്ന് ഹർജിക്കാർ ആരോപിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കുന്നതിനും വാദം കേൾക്കുന്നതിനുമായി കേസ് 2 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൂത്തുപറമ്പ് രക്തസാക്ഷികളെ അധിക്ഷേപിച്ച് വെള്ളാപ്പള്ളി നടേശൻ. കൂത്തുപറമ്പ് വെടിവെപ്പിൽ 5 എണ്ണം വെടിയേറ്റ് ചത്തെന്നും ഒരെണ്ണം ചത്തതിന് ഒക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിലാണെന്നുമാണ് വെള്ളാപ്പള്ളിയുടെ അധിക്ഷേപം. സമത്വ മുന്നേറ്റ യാത്രയ്ക്ക് കോഴിക്കോട് നൽകിയ സ്വീകരണത്തിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഈ അധിക്ഷേപം. സമത്വ മുന്നേറ്റ യാത്രയ്ക്ക് കോഴിക്കോട് നൽകിയ സ്വീകരണത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ കൂത്തുപറമ്പ് രക്തസാക്ഷികളെ അധിക്ഷേപിച്ചത്. കൂത്തുപറമ്പിൽ 5 എണ്ണം ചത്തു എന്നും ഒരാൾ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കും എന്ന അവസ്ഥയിലാണെന്നുമാണ് വെള്ളാപ്പള്ളി ആക്ഷേപം ഉന്നയിച്ചത്. കൂത്തുപറമ്പ് വെടിവെപ്പാണെന്ന ദിവസമാണ് എത്ര ചത്ത്, 5 എണ്ണം ചത്ത്, ഒരെണ്ണം ചത്തതിനൊത്തുമേ ജീവിച്ചിരിക്കുക. പ്രസംഗവേദിയിലെത്തിയ സ്വാമി ഗോരഖ്നാഥിന്റെ വിമർശനവും CPM-നെതിരെയായിരുന്നു. EMS-നെ കളിയാക്കിക്കൊണ്ടായിരുന്നു ഗോരഖ്നാഥിന്റെ പ്രസംഗം. മുഖ്യമന്ത്രിയായിട്ടുള്ള EMS-ന്റെ വന്നപ്പോ അദ്ദേഹം പറഞ്ഞത് ഇയാള് ഹിന്ദു വർഗീയവാദിയാണെന്നാണ് പറഞ്ഞത്. ഇയാള് ഹിന്ദു സന്യാസിയാണ്, ഹിന്ദു വർഗീയവാദിയാണെന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിച്ച ഏക സംസ്ഥാനം കേരളമാണ്. നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരുടെ ഐക്യമാണ് യാത്രയുടെ മുദ്രാവാക്യമെങ്കിലും സ്വീകരണ ജാഥയിൽ CPM-നെ കടന്നാക്രമിച്ചുകൊണ്ടാണ് ജാഥ അംഗങ്ങളുടെ പ്രസംഗങ്ങൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വെള്ളാപ്പള്ളിയുടെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ കോടതിയിലേക്ക്. SN ട്രസ്റ്റ് നിയമനങ്ങളിലും മൈക്രോ ഫിനാൻസിലുമായി 1115 കോടിയുടെ ക്രമക്കേടാണ് വെള്ളാപ്പള്ളി നടത്തിയത്. സ്ത്രീകളോട് വെള്ളാപ്പള്ളി ചെയ്തത് കൊലച്ചതിയാണെന്നും VS വ്യക്തമാക്കി. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ വാർത്താ സമ്മേളനം. വെള്ളാപ്പള്ളിക്കെതിരായ ഓരോ അഴിമതിയും പുറത്തു കൊണ്ടുവന്നതുകൊണ്ടാണ് തനിക്കെതിരായി വെള്ളാപ്പള്ളി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. SN കോളേജുകളിലെ അധ്യാപക അനധ്യാപക നിയമനത്തിലൂടെ 600 കോടി രൂപയുടെയും മൈക്രോ ഫിനാൻസ് തട്ടിപ്പിലൂടെ 515 കോടി രൂപയുടെയും അഴിമതിയാണ് വെള്ളാപ്പള്ളി ചെയ്തിട്ടുള്ളത്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിലൂടെ വഞ്ചിക്കപ്പെട്ട 2 ലക്ഷത്തോളം സ്ത്രീകൾക്കായി താൻ കേസ് നൽകാൻ തീരുമാനിച്ചതായും VS പറഞ്ഞു. മാത്രമല്ല, അത് സംബന്ധിച്ചൊരു കേസ് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. 2 ലക്ഷത്തിൽ പരം സ്ത്രീകളെയാണ് ഈ ഇടപാട് വഴി ചതിച്ചിരിക്കുന്നത്. സഹായഹസ്തമായിട്ടാണ് ഇയാൾ അഭിമാനിച്ചുകൊണ്ട് ഉള്ള പ്രചരണമൊക്കെ നടത്തിയത്. പക്ഷേ കൊലച്ചതിയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗുരുദേവന്റെ ആശയങ്ങൾ പറയുന്ന വെള്ളാപ്പള്ളി ഗുരുദേവ ദർശനങ്ങൾക്ക് വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്നും VS കുറ്റപ്പെടുത്തി. മദ്യം എടുക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്, ഇതാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. ഷാപ്പിൽ കൂടി വ്യവസായം തുടങ്ങി അവസാനം ചാരായ ഷാപ്പിൽ എത്തി നിൽക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ വ്യവസായം.
കൂടാതെ BJP അധികാരത്തിൽ വന്നപ്പോൾ വർഗീയത മാത്രമാണ് രാജ്യത്ത് ശേഷിക്കുന്നതെന്നും VS കുറ്റപ്പെടുത്തി. ഫാസിസം വളർത്തുന്ന BJP RSS വളർച്ച അംഗീകരിച്ചുകൂടെന്നും VS വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഫയർഫോഴ്സിന് മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനം. ഫ്ളാറ്റുകൾ സുരക്ഷാനുമതി നൽകുന്ന കാര്യത്തിൽ ഫയർഫോഴ്സ് യാഥാർത്ഥ്യബോധത്തോടുകൂടിയുള്ള നടപടി സ്വീകരിക്കണമെന്നും ഉമ്മൻചാണ്ടി. ലോകം മുകളിലേക്ക് വളരുമ്പോൾ കേരളം താഴേക്ക് വളരുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന് 3 നില കെട്ടിടങ്ങൾ മാത്രം മതിയോ എന്നും ഉമ്മൻചാണ്ടി ചോദിച്ചു. വെള്ളാപ്പള്ളി നടേശൻ RSS പ്രചാരകനാണെന്നും ഉമ്മൻചാണ്ടി അഭിപ്രായപ്പെട്ടു. JDUവുമായി ചർച്ച നടത്തുന്നതിൽ ഒരു ദുരഭിമാനവുമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. UDF വിടുന്ന കാര്യം തീരുമാനിക്കേണ്ടത് JDU ആണെന്നും കോടിയേരി വ്യക്തമാക്കി. ആഗ്രഹമുണ്ടെങ്കിൽ JDUവിന് തിരിച്ചു വരാമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും പ്രതികരിച്ചു. ചർച്ച ഏത് സമയത്ത് നടത്തുന്നതിനും CPM സന്നദ്ധമാണ്. നേരത്തെ തന്നെ അത്തരത്തിലുള്ള നിലപാട് പാർട്ടി കൈക്കൊണ്ടതാണ്. അതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരഭിമാനത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. ജനതാദൾ U ചർച്ചയ്ക്ക് സന്നദ്ധമാണെങ്കിൽ അവർ UDFുമായുള്ള ബന്ധം പുനഃപരിശോധിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള പാർട്ടികളുമെല്ലാം ആയിട്ട് തുടർന്നുള്ള തിരഞ്ഞെടുപ്പിലെല്ലാം യോജിപ്പുണ്ടാക്കാനുള്ള ആഗ്രഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി, സ്റ്റേറ്റ് സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞതാണ്. വരാൻ തയ്യാറുണ്ടെങ്കിൽ അല്ലേ? JDU കൂടെ വരാൻ പാടില്ലാത്ത വിഭാഗമാണെന്ന് കരുതുന്നില്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. JDUവിന്റെ പിന്നാലെ വെറുപിടിച്ച് ഓടാനില്ലെന്നും പിണറായി പറഞ്ഞു. മുഖ്യമന്ത്രി ആരെന്ന ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവർ UDFിൻ്റെ ഭാഗമായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ അവർ UDFിൽ നിന്ന് വിടുന്ന നിലപാടുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ചർച്ചയ്ക്ക് തയ്യാറാകുമെന്നല്ലാതെ ഇപ്പോൾ UDFിൻ്റെ ഭാഗമായിരിക്കുന്നൊരു പാർട്ടിയുമായിട്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകും. അങ്ങനെ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പറയാനേ ഇടയില്ല. ഞങ്ങളെ കൂട്ടത്തിലേക്ക് വരാൻ പാടില്ലാത്തൊരു വിഭാഗമാണ് ഈ ജനതാദൾ U എന്ന് ഞങ്ങൾ കാണുന്നില്ല. പക്ഷെ അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങളതിനൊരു വെറി പിടിച്ച് അവരെ പിന്നാലെ ഓടാനൊന്നും തയ്യാറല്ല. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളത് സംബന്ധിച്ച് പറഞ്ഞോളൂ. എനിക്കിപ്പോൾ അതിനെപ്പറ്റി അഭിപ്രായം പറയേണ്ട കാര്യമില്ല. നമ്മൾ പാർട്ടി ആലോചിച്ചാൽ മാത്രമല്ലേ അഭിപ്രായം പറയേണ്ടതുള്ളൂ. ഇപ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ടത്. ജീവിതഗന്ധിയായ കഥകൾ വായനാ ലോകത്തിന് സമ്മാനിച്ച എഴുത്തുകാരൻ അഷ്റഫ് അടൂരിനായി സൗഹൃദ കൂട്ടായ്മ ഒരുക്കിയ കഥ വീട് പൂർണ്ണതയിലേക്ക് എത്തുന്നു. കൂട്ടുകാരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് കഥ വീടിന്റെ ചുവരുകൾ നിറമണിഞ്ഞു തുടങ്ങി. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ വായനാ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി അഷ്റഫ് ശയ്യാലംബയായി കഴിയുകയാണ്. കരുത്താണ് എനിക്ക് എഴുത്ത്. അക്ഷരങ്ങൾ കൂട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെ. അത്രയേറെ ഭാരം ഞാൻ എഴുത്തിലൂടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ആരോരുമില്ലാത്തവർക്ക് അള്ളാഹു മാത്രമല്ല അക്ഷരങ്ങളും തുണയാണെന്ന് തിരിച്ചറിഞ്ഞ ഈ കഥാകാരൻ അഷ്റഫ് അടൂർ ഇന്ന് അക്ഷരങ്ങളുടെ ലോകത്തല്ല. കഴിഞ്ഞ ഫെബ്രുവരി 13-നാണ് സാഹിത്യപ്രേമികളെയും അക്ഷരസ്നേഹികളെയും ഞെട്ടിച്ചുകൊണ്ട് മസ്തിഷ്ക സംബന്ധമായ രോഗം വന്ന് അഷ്റഫ് ശയ്യാവലംബിയായത്. ജീവിതഗന്ധിയായ കഥകളല്ലാതെ ജീവിത സാഹചര്യങ്ങൾ ഒന്നുമുണ്ടായിരുന്നില്ല ഈ കഥാകാരന്. സുഹൃത്ത് സംഘം മുന്നോട്ട് വന്ന് അഷ്റഫിനൊരു കഥ വീടൊരുക്കുകയാണ്. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുമ്പോൾ 4 മാസം കഴിഞ്ഞ് വീട്ടിൽ കിടത്തി ചികിത്സിക്കാമെന്ന് ഡോക്ടർമാർ പറഞ്ഞെങ്കിലും ആ കഥാകാരന് ഒരു വീടുണ്ടായിരുന്നില്ല. വീടില്ലാത്ത സ്നേഹിതന് വീടൊരുക്കുകയാണിപ്പോൾ സൗഹൃദ കൂട്ടായ്മ. ബാലപാഠം എഴുതി തുടങ്ങിയത് ഈ വീട്ടിൽ വെച്ചാണ്. അപ്പോൾ ഇവിടെ തന്നെ അവന് ഒരു വീട്, കഥ വീട് ഒരുക്കുന്നതിൽ ഈ സൗഹൃദ കൂട്ടായ്മയുടെ കൂടെ ഈ നാട്ടുകാരും നമ്മൾക്കൊക്കെ പങ്കാളിയാകുന്നതിൽ ഇത്രയേ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. കേബിൾ TV എംപ്ലോയീസ് അസോസിയേഷൻ അഷ്റഫിന്റെ ചികിത്സ ഏറ്റെടുത്തു. അഷ്റഫിന്റെ തെരഞ്ഞെടുത്ത കഥകൾ 3000 പുസ്തകങ്ങൾ വിറ്റഴിച്ചു. കോൺക്രീറ്റ് വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ CITU ആണ് കോൺക്രീറ്റ് ഏറ്റെടുത്തത്. ആ കഥ വീടിന് ഇന്ന് നിറം നൽകി തുടങ്ങിയിരിക്കുന്നു. CPIM നേതാവും പഞ്ചായത്ത് പ്രസിഡന്റുമായ K ഗിരീഷാണ് അഷ്റഫ് അടൂരിന്റെ ചുവരുകൾക്ക് നിറം നൽകുന്നത്. ഇനിയുമുണ്ട് അവസാന മിനുക്കുപണികൾ. ഈ വീടിന് പെയിന്റിംഗ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് സൗജന്യമായി തികച്ചും ഇതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചു കൊടുക്കണം. എൻ്റെ നേതൃത്വത്തിൽ തന്നെ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അക്ഷരങ്ങളെയും അഷ്റഫിനെയും ഒരുപോലെ സ്നേഹിച്ച സൗഹൃദങ്ങൾ ഒരുക്കിയ കഥവീട് പൂർണ്ണമാവുകയാണ്. പൂർണ്ണ ആരോഗ്യവാനായി അഷ്റഫ് തിരിച്ചു വരുന്നതും കാത്ത്. അഷ്റഫിന്റെ വീട്ടിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. എന്റെ കട പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെമ്പാടുമുള്ള കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നും ചെറുകിട സംരംഭകരിൽ നിന്നും ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ഉപഭോക്താക്കളിൽ എത്തിക്കുകയാണ് എന്റെ കട ലക്ഷ്യം വയ്ക്കുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ സാബു കുമാർ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഡിസംബർ 5-നുള്ളിൽ 14 ജില്ലകളിലുമായി 98 കടകൾ തുറന്ന് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓരോ പഞ്ചായത്തിലും വിലക്കുറവിലും ഗുണമേന്മയിലും നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുന്ന ഓരോ സൂപ്പർ മാർക്കറ്റുകൾ എന്നതാണ് എന്റെ കടയുടെ ലക്ഷ്യമെന്നും സാബുകുമാർ വിശദമാക്കി. വാർത്താസമ്മേളനത്തിൽ ഡയറക്ടർമാരായ സഹർഷ്, അശോക് കുമാർ, മനോജ് കുമാർ, കിഷോർ കുമാർ തുടങ്ങിയവരും പങ്കെടുത്തു.
കൊപ്രാക്കളത്തിലെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണുമെന്ന ദേവസ്വം ബോർഡിന്റെ വർഷങ്ങളായുള്ള വാക്ക് പാഴ്വാക്കായി തുടരുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട 500ഓളം തൊഴിലാളികളാണ് സന്നിധാനത്തെ കൊപ്രാക്കളത്തിൽ പണിയെടുക്കുന്നത്. അതേസമയം ആർക്കും പ്രയോജനമില്ലാത്ത ഹൈടെക് വികസനത്തിനായി കോടികളാണ് ദേവസ്വം ബോർഡ് ചെലവഴിക്കുന്നത്.